ഹലോ ഗൈസ്, ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രവീന്ദ്ര ഹാളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചായ കൊടുത്തവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് രേവതിയുടെ അമ്മ അങ്ങോട്ട് കയറി വരും. അപ്പോൾ രേവതിയുടെ അമ്മ സന്തോഷത്തോടെ കയറി അകത്തിരിക്കാൻ നേരത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഉടനെ ചന്ദ്രമതി പറയും, രേവതി എനിക്കൊരു ഗ്ലാസ് ചായ എന്ന്. ഉടനെ രേവതിയുടെ അമ്മയ്ക്കാണെന്ന് വിചാരിച്ച് അവർ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നതെന്ന്. അതിന് നിനക്ക് ചായ തരുന്നത്? അതെ, എനിക്ക് കുടിക്കാൻ അക്കൗണ്ട് താന്ന് പറഞ്ഞ ഉടനെ രേവതിയെ അകത്തേക്ക് അങ്ങ് വിടുന്നുണ്ട്. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷ്മി ഇറങ്ങിയെന്നൊക്കെ. ഉടനെ രേവതിയുടെ അമ്മ പറയും, അത് ഇവരുടെ വിവാഹ നാളല്ലേ നാളെ, അതിനുവേണ്ടി ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നതേ ഉള്ളെന്നൊക്കെ പറയും. അപ്പോൾ രേവതി അങ്ങോട്ട് കൊണ്ടുവന്ന് ചായയൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം രേവതിയുടെ അമ്മയ്ക്ക് വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ. അന്നേരം ആ സ്ത്രീ അങ്ങ് സന്തോഷത്തോടെ അത് മേടിച്ചൊക്കെ നിൽക്കുന്നിട്ട് പറയും, ഇവരുടെ വിവാഹ വാർഷികത്തിന് എനിക്കൊന്നും അങ്ങനെ വലിയായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നാലും മുറ പോലെ ഒരു ചെറിയ ഒരു ഇതും കൊണ്ട് വന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് പറയും, ഒരു താലം എടുത്തുകൊണ്ട് വരാൻ പറയും. താലത്തിലൊക്കെ കൊണ്ടുവരാനുള്ള അത്ര സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ശ്രുതിയുടെ മുഖത്ത് ഒരു പുച്ഛഭാവമാണ് ഇവരെ കാണുമ്പോഴത്തേന്. രവീന്ദ്രൻ ചന്ദ്രമതിയെ വഴക്ക് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ? ഒരു ഷർട്ടിൻ്റെ തുണിയെങ്കിലും എടുത്ത് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവളിരുന്ന് പ്രസംഗിക്കുന്നത്. മിണ്ടാതിരിക്കുന്നു പറയുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് അടി കിട്ടിയ പോലെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ രേവതി കൊണ്ടുവന്ന് വെക്കുന്ന താലത്തിലേക്ക് ലക്ഷ്മി ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അച്ചപ്പവും മുറുക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ആ സമയത്ത് വർഷയും ശ്രീകാന്തും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആൻറ്റി എപ്പോഴാണ് വന്നേ? എന്നാൾ കൊണ്ടുവന്ന് ആ മുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ മോളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കും. അപ്പോൾ അത് വർഷം എടുത്ത് കഴിക്കാൻ തുടങ്ങുന്ന ഉടനെ ചന്ദ്രമതി വിലക്കുന്നുണ്ട്. വേണ്ട, അതൊന്നും കഴിക്കണ്ട, അവൾ വല്ല അഴുക്ക് എണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കിയതായിരിക്കും, നീ അത് കഴിക്കണ്ടെന്ന് പറയുന്നുണ്ടേ വർഷം പറയും, ഒരു നല്ല ടേസ്റ്റാണല്ലോ, അത് കാരണം ഞാൻ കഴിക്കും, നല്ല കേട്ടോ ആൻറ്റി, നന്നായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചന്ദ്രമതി അങ്ങ് അടി കൊണ്ട പോലെ ആകും. എന്നിട്ട് ശ്രീകാന്തിനും കൊടുക്കുന്നുണ്ട് വർഷ. അത് ലക്ഷ്മി താലത്തിലെല്ലാം അത് എടുത്ത് വെച്ചിട്ട് രവിയേട്ട എന്താ പിടിക്കുന്നു പറഞ്ഞ് കൊടുക്കുന്ന ഉടനെ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് രവി. അതായത് ചന്ദ്രമതി ആദ്യം മുഖം തിരിച്ചിരിക്കും. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വരാൻ പറയുന്നുണ്ടേ ചന്ദ്രമതി വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടങ്ങ് കയ്യിലോട്ട് കൊടുക്കും. എന്നേരത്തേന് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ സച്ചി പറയും, എന്താ അമ്മ ഇതെന്തിനാന്നൊക്കെ ചോദിക്കും. ചിലവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വലിയ ചിലവൊന്നുമല്ലല്ലോ, ഇതൊക്കെ വേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി സുധിയോട് പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ താലത്തിനകത്ത് വജ്രവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ അല്ലേ, നിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെയല്ലേ നിൻ്റെ അമ്മായിയപ്പൻ നിനക്ക് ലോഡ് കണക്കിന് സാധനം ഇറക്കി തരുമല്ലോ എന്ന്. എൻ്റെ അമ്മയായി എൻ്റെ അമ്മായിയപ്പൻ ഇപ്പം ജയിലിൽ കിടക്കലേന്ന്. ജയിലിൽ കിടക്കുന്ന സമയത്ത് നിനക്കിപ്പം കാശ് വന്നില്ലേ, അതുപോലെ ഓരോന്നും വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ഉടനെ സുധി ശരിയാന്നുള്ള പരുവത്തിൽ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പിന്നീട് സച്ചിയെയും രേവതിയും വിളിച്ചിട്ട് പറയും, മക്കളെ ഓരോ ഡ്രസ്സൂടെ മേടിച്ചിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, മോനൊരു ഷർട്ടും മോക്കൊരു സാരിയും മേടിച്ചിട്ടുണ്ട് ഇന്നാന്ന് പറഞ്ഞ് അത് രണ്ടുപേരെ ഏൽപ്പിക്കുകയാണ്. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ, ഞാൻ രേവതിയുടെ അമ്മയായിട്ടല്ല കരുതുന്നത്, എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കരുതുന്നതെന്ന് പറയുമ്പോഴത്തേന് ചന്ദ്രമതി ഉടനെ സച്ചിയെ നോക്കുന്നുണ്ട്. അന്നേരത്തേന് ലക്ഷ്മി പറയും, അത് എനിക്കറിയാം മോനെ, ഒരമ്മ ചെയ്യേണ്ട കടമയല്ലേ ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി, നിങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഡീസൽ അടിക്കാനായിട്ട് കാശെടുക്കാൻ വന്നതാണ്, അത് കാരണം അതെടുത്തുകൊണ്ട് പോട്ടമ്മയെന്ന് പറയും. അത് കഴിയുമ്പോഴത്തേന് ഉടനെ ലക്ഷ്മി ശ്രുതിയെ നോക്കി പറയുന്നുണ്ട്, മോളെ അച്ഛൻ ജയിലിലല്ലേ, അത് ഞാൻ അറിഞ്ഞായിരുന്നു, സാരമില്ല, ഒരു വിനായക ക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേനും ഉടനെ ചന്ദ്രമതിക്ക് ദേഷ്യം വരും. അതൊക്കെ പറയാൻ നീ ആരാ, ജ്യോതിഷിയാണോ, നീ എന്തിനാ ഇതൊക്കെ തിരക്കുന്നത്? ഒന്നാമത് എല്ലാ കാര്യങ്ങളും ഒന്നും മറന്നു വെച്ചിട്ട് വരികയായിരുന്നു ശ്രുതി, അപ്പോൾ നീ അത് കുത്തി ഇളക്കാൻ വന്നതായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ലക്ഷ്മി അങ്ങ് വല്ലാതാകുന്നുണ്ട്. ചന്ദ്രമതി, നമ്മളെല്ലാവരും ഒരു കുടുംബമാണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ഉടനെ പറയും, ആഹാ, ശ്രുതിയുടെ അച്ഛനും ഒക്കെ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു, എന്നിട്ട് അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വന്നിരിക്കുന്നു, ഇങ്ങനത്തെ വർത്തമാനം പറയാനാണ് നീ ഇനി ഇങ്ങോട്ട് വരരുതെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ഒരുപാട് അങ്ങ് സങ്കടത്തോടു കൂടി തന്നെയാണ് ലക്ഷ്മി പറയുന്നത്, എന്നോട് ക്ഷമിച്ചേക്കണം എന്നൊക്കെ. അപ്പം രവിയേട്ടൻ പറയുന്നുണ്ട്, ലക്ഷ്മി അതൊന്നും ശ്രദ്ധിക്കേണ്ട, ഇവളിങ്ങനെ വിവരക്കേടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ഉടനെ ചന്ദ്രമതി ഓരോന്നൊക്കെ വീണ്ടും കുത്തി പറയുമ്പോഴത്തേന് രേവതി വന്ന് പറയുന്നുണ്ട്, വാ അമ്മേ പോകാം, ദേവി ഇപ്പം കോളേജിൽ നിന്ന് വരില്ലേന്ന്. അപ്പോഴത്തേനും ഉടനെ പിടിച്ചുകൊണ്ട് അമ്മ വെളിയിലേക്ക് കൊണ്ടിരുന്ന സമയത്ത് തന്നെ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ പോവുകയാണോ, അമ്മയുടെ മുഖം എന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മോനെ എന്നൊക്കെ പറയുമ്പോഴത്തേന്
രേവതി പറയും, അതല്ല അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എന്നും ഇങ്ങനെയുള്ളതാണെന്നൊക്കെ പറയും. അത് സച്ചിക്ക് അത്ര വിശ്വാസമൊന്നും ആകുന്നില്ലെങ്കിലും ഒന്നും ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് രേവതി അടുക്കള നിൽക്കുമ്പോഴത്തേന് ചന്ദ്രമതി ശ്രുതിയും കൂടെ ചെന്ന് വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാടി എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് നിൻ്റെ അമ്മയോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അമ്മ എനിക്ക് സ്വന്തമല്ലേ, അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളതെന്ന് പറയും. അത് ഈ വീട്ടിലെ കാര്യങ്ങൾ നിൻ്റെ അമ്മയോട് പറയേണ്ട, നിൻ്റെ അമ്മ എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ വീടിന് വെളിയിലുള്ള ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറയാൻ പോകുന്നത്, അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, ഈ മേലിൽ ഇതും പറഞ്ഞാൽ നിന്നെ ഇനി കാണാൻ പോലും നിൻ്റെ അമ്മ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതിയോട് ശ്രുതിയും വഴക്ക് പറയുന്നുണ്ട്. എന്തിനാ എൻ്റെ കാര്യങ്ങളൊക്കെ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് പറയുമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്, നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചുള്ളത്. അതൊന്നും വേണ്ട, എനിക്ക് ആരുടെ സ്നേഹവും ഉപദേശമൊന്നും വേണ്ട, മേലിൽ ഇങ്ങനത്തെ പരിപാടി കാണിച്ചേക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ തന്നെ ചന്ദ്രമതിയും പറയുന്നുണ്ട്, ഇവിടുത്തെ ഒരു കാര്യം ഇനി പുറത്ത് പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ ഇനി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. പിന്നീട് സച്ചി ഇങ്ങനെ ടെറസിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേന് രേവതി അങ്ങോട്ട് ചെന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും പകലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമോ അറിയാനായിട്ട് ചന്ദ്രമതി ഇവരുടെ പുറകെ കയറി വരുന്നുണ്ട്. പക്ഷേ രേവതി അതൊന്നും പറയുന്നില്ല കേട്ടോ. അമ്മ കൊണ്ടുവന്ന ഷർട്ടൊക്കെ എടുത്ത് കാണിക്കുകയാണ്, സാരിയും കാണിക്കും. അപ്പം സച്ചിക്കുള്ള ഷർട്ട് എടുത്ത് നോക്കിയിട്ട് സച്ചി പറയാം, നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ. കറക്റ്റ് സൈസാ, എന്തായാലും നമുക്ക് നാളെ വീട്ടിൽ പോകുമ്പോൾ ഇതിട്ടുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നാളെ വീട്ടിൽ പോകണോ, അവരെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെന്ന്. വേണ്ട സച്ചിയേട്ടാ, നമുക്ക് വീട് വരെ പോകാമെന്ന് പറയും. അല്ല, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് കാണണ്ടാത്തവരെയൊക്കെ കാണില്ലേ എന്നൊക്കെ പറയും. അതല്ല, ശരത്തുമായിട്ട് സച്ചിയേട്ടൻ പിണക്കമൊക്കെ മാറ്റിയൊന്ന് മിണ്ടുകയൊക്കെ ചെയ്യണ്ടേ, അവൻ എന്തായാലും നമ്മുടെ അനിയനല്ലേ എന്നൊക്കെ ചോദിക്കും. അവൻ ഞാൻ പറയുന്നൊന്നും അനിയനായിട്ടും കേൾക്കുന്നില്ലല്ലോ, ഒരേട്ടൻ്റെ സ്ഥാനം അവൻ എനിക്ക് തരുന്നില്ല, അവൻ ഇപ്പോഴും ആൻ്റണിയുടെ കൂടെ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അവൻ കുറച്ച് കഴിയുമ്പോൾ മാറി കോളേജിൽ നിന്നൊക്കെ കഴിയുമ്പോഴത്തേന് അവൻ ജോലിക്കൊക്കെ പൊക്കോളുന്നു, അവനതിന് കോളേജിൽ പോലും പോകുന്നില്ലല്ലോ, ഈ ആൻ്റണിയുടെ കൂടെ തന്നെ നടക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സാരമില്ല, നമുക്ക് ചെന്നിട്ടെല്ലാം ഒന്ന് പറഞ്ഞും വേണ്ടിയൊക്കെ എല്ലാം മാറ്റാവുന്നേ ഉള്ളൂ, നമുക്ക് നാളെ പോകണമെന്നൊക്കെ പറയും. ഇപ്പം ചന്ദ്രമതി ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പുറത്ത്. നേരത്തേന് രേവതി തിരിഞ്ഞ് വരുമ്പോഴത്തേന് ചന്ദ്രമതി പെട്ടെന്ന് അങ്ങ് മാറാൻ തുടങ്ങും. ഉടനെ രേവതി വിളിക്കുന്നുണ്ട്, അമ്മ അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ പിടിച്ചു നിർത്തും. ചന്ദ്രമതിയാണെങ്കിൽ അങ്ങ് പെട്ടല്ലോ എന്നുള്ള പരുവത്തിൽ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് രേവതി അടുത്ത് ചെന്നിട്ട് പറയും, അമ്മ ഓർത്തോ ഞാനിതെല്ലാം പകലത്തെ കാര്യങ്ങളൊക്കെ സച്ചിയേട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, എനിക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഈ വീട്ടിലെ മനസ്സമാധാനം ഏറ്റവും വലുത്. പിന്നെ അമ്മ എൻ്റെ അമ്മയും എന്നെയൊക്കെ എങ്ങനെയാണ് കരുതുന്നതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്, ഞാൻ ഈ കുടുംബത്തെ കാണുന്നത് ബഹുമാനത്തോടെയാണ്, അമ്മ കരുതുന്ന പോലല്ല എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ്. അപ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് വല്ലാതാകുന്നുണ്ട്. രേവതിയുടെ മുമ്പിൽ അങ്ങ് ചെറുതായ പോലെ മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. രേവതി പോയി കഴിയുമ്പോഴത്തേന് ചന്ദ്രമതിയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.